അത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പി.സി. ചാക്കോ നമ്മുടെ ദേശീയ അധ്യക്ഷനെ കണ്ടതിന് ശേഷം പാർട്ടിയിൽ ഒരു ചർച്ചയും നടക്കുന്നില്ല എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മേലെയല്ല. ഈ മുഖ്യമന്ത്രിയെ താങ്കളും പി.സി. ചാക്കോ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ആഴ്ച തന്നെ കാണുമെന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. കാണുന്നുണ്ട്. അത് അഖിലേന്ത്യാ പ്രസിഡന്റ് നിർദ്ദേശം അനുസരിച്ചാണ് കാണുന്നത്. മെയിലോ? എന്ത് മെയിൽ? എനിക്കറിയില്ല. പ്രവർത്തകന്മാരെന്താ ചെയ്യുന്നത്, എല്ലാ പ്രവർത്തകരും എന്താ ചെയ്യുന്നത് എനിക്ക് ഇവിടെ രാവിലെ അറിയോ? പ്രവർത്തകന്മാരെന്താ എനിക്കറിയില്ല. എൻ്റെ അറിവിൽ ഇത് നിങ്ങൾ പറഞ്ഞപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടെന്ന് അറിയില്ല. ഉണ്ടോ? വാർത്തയുണ്ടോ? ഈ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ മാറ്റത്തിന്റെ ഒരു സാധ്യത കാണുന്നില്ല. അത് ഞാനല്ലല്ലോ പറയണ്ടേ. എന്നെ മാറ്റണ്ടെന്ന് ഞാനാണോ പറയുക? എന്തൊരു കഷ്ടമാണ്. മാറണ്ടെന്നൊരാഗ്രഹം ഉണ്ടോ? എന്നെ ആക്കിയതാരാ? ഞാനാ? അപ്പം എന്നെ ആക്കിയവർ ആണ് എന്നെ ആക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. അതൊക്കെ അവരുടെ അധികാരാവകാശങ്ങളിൽപ്പെട്ട കാര്യത്തിൽ ഞാനിപ്പം വനംവകുപ്പിനെ ചുമതല ഏറ്റെടുത്തിട്ടാണ് ആ പണി ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി ആ പണി ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യില്ല, അത്രേ ഉള്ളൂ. വേറെന്താ? മന്ത്രിക്കെതിരെ അങ്ങനെ ഒരു നീക്കമുണ്ട് എന്നുള്ള മാറ്റണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധ ബുദ്ധി ഉണ്ട് എന്നുള്ളത് കരുതുന്നുണ്ടോ? ആർക്ക്? അല്ല, അതിപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ പാർട്ടി പാറശാല മുതൽ പിന്നെ മഞ്ചേശ്വരം വരെ ഒരുപാട് പ്രവർത്തകന്മാരുണ്ട്. അതിലാർക്കും ഒരാൾക്ക് ശശീന്ദ്രൻ മാറണമെന്നുണ്ടോ? ഞാനെങ്ങനെ അറിയുന്നത്? ഈ പാർട്ടിയിലെ ഒരു വിഭാഗത്തെ അടർത്തിക്കൊണ്ട് UDF-ലേക്ക് പോകും എന്ന തരത്തിലൊക്കെ അങ്ങനെ കേൾക്കുന്നുണ്ട്. അങ്ങനെയുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാനതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം പാർട്ടി കാര്യങ്ങൾ നോക്കാൻ പാർട്ടിയുടെ നല്ല പരിണിതപ്രജ്ഞരായ നേതാക്കൾ സംസ്ഥാനത്തുണ്ട്, ജില്ലയിലുണ്ട്, ദേശീയതലത്തിലുണ്ട്. എന്നെ പാർട്ടി ഒരു പണി ഏൽപ്പിച്ചിട്ടുണ്ട്. ആ പണി ഞാൻ ഈ ജോലിയിൽ ഉള്ളിടത്തോളം കാലം ആ പണി നോക്കണം. നിങ്ങൾ ചെയ്യുന്ന പോലെ, നിങ്ങൾ ഏൽപ്പിച്ച ജോലി നിങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്ന പോലെ ഞാനത് ഭംഗിയായി നിർവഹിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അല്ലാതെന്താ? അല്ല, ഒരു കാര്യം പറയാനുണ്ട്. എന്ത് തീരുമാനം എടുത്തെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി തീരുമാനമെടുത്താൽ രാഷ്ട്രീയമായ അഭിപ്രായമുണ്ട്. മറ്റതൊക്കെ സംഘടനാ നടപടികൾ. സംഘടനാ നടപടികൾ എന്ന് വരുമ്പോൾ സംഘടനയ്ക്ക് പൂർണ്ണമായി ഞാൻ വിധേയനാണ്. എന്നാൽ രാഷ്ട്രീയ നിലപാടുകളിൽ മാറ്റം വരുമ്പോൾ ഞാൻ എല്ലാ കാലത്തും ഒരു നിലപാടിൽ ഉറച്ചു നിന്ന ആളാണ്. ആ ഒരു നിലപാടിൽ മാറ്റുന്ന ഒരു പ്രശ്നം വരുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് എപ്പോഴായാലും ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഈ കാര്യത്തിലല്ല, 80 മുതൽ അത്തരം ഘട്ടങ്ങളിലെല്ലാം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ വേണ്ടെന്ന് മറ്റു നിലപാട് സ്വീകരിച്ചപ്പോഴും ആ നിലപാടുകളോടൊപ്പം നിൽക്കാതെ രാഷ്ട്രീയ നിലപാടിന് വേണ്ടി നിന്ന് 80 മുതൽ ഇപ്പോൾ എത്ര കൊല്ലമായി, അത്രയും കൊല്ലം നിരന്തരമായി പ്രവർത്തിച്ച ഒരു പരിചയവും അനുഭവവും ശീലവുമുള്ള ഒരാളാണ് ഞാൻ. ആ ശീലം അത് പാർട്ടി രാഷ്ട്രീയ നിലപാടുകളാണ്. രാഷ്ട്രീയ നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. റോഡിനെ കുറിച്ച് കൂടി ഒന്ന് പറയാം. ചോലനായ്ക്കർക്ക് ഒരുപാട് കാലത്ത് ആവശ്യമായിരുന്നു അത്. ഈ നിലമ്പൂരിലെ ജനങ്ങളുടെ ഒരു ചിരകാല അഭിലാഷം ഇന്നോട് യാഥാർത്ഥ്യമാകുകയാണ്. ഇന്ന് ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ചും കൂടി ബാക്കി നിൽക്കുന്ന കുറച്ചും കൂടി പ്രവൃത്തികളുണ്ട്. അത് സമയബന്ധിതമായി തീർക്കാനുള്ള ഒരു ടൈം ടേബിൾ ഇന്ന് വൈകുന്നേരം തന്നെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ടൈം ടേബിളിനനുസരിച്ച് കാര്യങ്ങൾ പോകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്.